10-25 ഇതാണ് ഞങ്ങൾ എടി ഇത് ആണ് ഞങ്ങളെല്ലാം പ്രൊമോഷൻ ചെയ്യുന്ന ആള്. ഇങ്ങനെയല്ലേ ഇപ്പം ഓരോ പ്രീക്കാട്ടല്ലേ ഞങ്ങളുടെ നാടെങ്ങനെയുണ്ട്? സൂപ്പർ. ആ പ്രിയതമ ഞാനേ നാടെങ്ങനെയുണ്ട്? അടിപൊളി. അടുത്താണല്ലോ വീട്? ഇവിടെ അടുത്താണ് വീട്. ആ ഇവിടുന്ന് എത്ര കിലോമീറ്റർ? ഒരു 25 കിലോമീറ്റർ. ഓക്കെ, നല്ല നാടാണ്. ഫുള്ള് റബ്ബറാണല്ലോ നിങ്ങള് എല്ലാം. റബ്ബർ നട്ടാ പിന്നെ റബ്ബറല്ലേ ഉണ്ടാവും. അത് നമുക്കറിയാം. വയസ്സും പ്രായമൊന്നുമില്ല മരിക്കുന്നതിന്. ഇപ്പൊ പിള്ളേരൊക്കെ അല്ലേ അറ്റാക്ക് ഒന്ന് വെച്ചു. മറ്റല്ല നമുക്ക് കഴിക്കത്തില്ല. ഉമ്മച്ചി വന്ന് ഉമ്മച്ചി വന്ന് 20 ചാനലിന്റെ വണ്ടി കറിയുണ്ട്. 25 ചാനലുണ്ട്. ഇടയ്ക്ക് വന്ന് ഉമ്മച്ചി യൂട്യൂബിൽ കണ്ടിരിക്കുന്നു. വാലേക്കും സലാം. ഇതാണ്ടേ ആ ക്ലാമറയിലേക്ക് 10 രൂപ. ഇത് ആർട്ട് ഡയറക്ടർ കോയാക്ക. കോയാക്ക ചേട്ടൻ ബാവാക്ക. ലൊക്കേഷനിൽ പൂജയ്ക്കൊന്നും ആദ്യമായിട്ടാ. പിന്നെ അതല്ലേ പറഞ്ഞേ. സംസാരിക്കുമ്പോ ഞാൻ കരക്കാര് പെണ്ണുങ്ങളോട് ഇത്രയും ചേർത്തിരുന്ന് സംസാരിക്കും. അപ്പൊ ഭാര്യ മോളെന്ന് പറയാൻ പറ്റിയല്ല, പറ്റുമോ? അപ്പൊ ഇത് ഭാര്യ, 2 മക്കൾ എല്ലാം എഴുതിയെടുത്തു. മക്കൾ, മകക്ക് 2 മക്കൾ. സിമി. സിമി സിമി അല്ലേ? അടിപൊളി. പറഞ്ഞു എല്ലാവരും സിമി. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അതെ അതെ. ചാക്കോച്ചൻ, അമ്പാൻ, ദിലീഷ് പോത്തൻ സാറ്, പിന്നെ ഞാൻ, പിന്നെ ശരണ്യ അവിടെ മറഡോണാലെ നായോ കൊച്ചില്ലേ ആ കൊച്ചു. ഒരു വനത്തിലാണ്. തിരുനെല്ലിയല്ലേ? തിരുനെല്ലി ആ സ്ഥലത്തിന് തന്നെ തോൽപ്പെട്ടി. ലെതർപ്പെട്ടി. ഇൻവെസ്റ്റിഗേഷൻ ജോണറല്ല. അതെനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഈ സിനിമയ്ക്ക് വന്നിട്ട്. അതെന്തോ ഒരു ജോണറാണെന്നാണ് പറഞ്ഞത്. ഞാൻ എന്നോട് ചോദിച്ചു ക്ലൈമാക്സും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഓടിച്ചിട്ട് ഇരിക്കുള്ളൂ. പടം കാണലിനെ കുറിച്ച് ചോദിച്ചാൽ പടം കാണലില്ല. ഞങ്ങൾ പടം കാണുന്ന പരിപാടി ഇല്ല. പടവേ ജാഫർക്ക് കുട്ടൻ്റെ സിനിമാമിക്കല്ലേ ആദ്യം വന്ന തിയേറ്ററിൽ കുറെ നാൾ കൂടി. അത് ഞാൻ പറഞ്ഞില്ലേ 10 രൂപ ഞങ്ങൾ തിയേറ്ററിലൊക്കെ പോയി സിനിമ കണ്ടിട്ട്. ആ കുട്ടൻ്റെ സിനിമാമി നിങ്ങളെല്ലാം വിളിച്ചു കൊണ്ടുപോയാലേ. അപ്പം അങ്ങനെ കണ്ടു. അത് നമ്മൾ ഇതല്ലേ കണ്ടേ അവിടെ പ്രിവ്യൂ. ആ വീട്ടിലും ഇതേ കോമഡിയാണ് എപ്പോഴും. ഇത് കോമഡിയാണല്ലോ. ഇത് നല്ല കോമഡിയാണ് ഇത്. അല്ലേ? വീട്ടിലും ഇതേപോലെയാണോ? വീട്ടിലല്ലാതെ ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ. വീട്ടിലും ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. ആ അവിടെ ഇവിടെ ഒരു മാറ്റമില്ല. ഉള്ള നുണയൊക്കെ പറയുമോ പിച്ചോട്ടോ? ഞങ്ങള് വേറെ സംഭവമാണ്. ഞങ്ങള് ചുറ്റിക്കറങ്ങുന്ന സ്ഥലങ്ങള് വേറെ. അതെ, ഇതുപോലെ നിങ്ങളെ പോലെ ഒരു പെങ്കൊച്ചു വന്നൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായില്ലേ? അത് ഓടി ഓട്ടം അല്ലേ?
ഇല്ലേ മഞ്ജുവിൻ്റെ അന്നത്തെ പ്രൂവ് ചെയ്യുന്നല്ലേ അതെന്ന് തോന്നുന്നു. ആ മഞ്ജുവിൻ്റെ അതെ അതെ അതിനകത്ത് വന്ന പെൺകുട്ടിയാ ആ എല്ലാത്തിനും അടിസ്ഥാനം മഞ്ജുവാണ് ശിനികാമീനെ ആ ഇറച്ചി വയ്ക്കൽ അങ്ങോട്ട് വീട്ടിൽ പോയില്ലേ ഇനി ഉടനെ നമുക്കൊരു ചമ്മന്തി അരച്ചേക്കാം ചമ്മന്തി ഇല്ലേ അത് അടുത്ത എപ്പിസോഡ് ചമ്മന്തി ഇല്ലല്ലോ അത് പറയാം അത് നമ്മൾ അത് അങ്ങനെ ചമ്മന്തിയും ഇറച്ചിക്കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതൊക്കെ ഒരു മൂന്നിൽ നമ്മൾ എപ്പം തിന്ന ചമ്മന്തിയാണ് നല്ലത് ഏത് വീട്ടിൽ നിന്ന് തിന്നാണ് എന്നൊക്കെ ഓർക്കണം നമ്മൾ ഇത് ചട്ടയിൽ വെച്ച് കൊണ്ട് മുളകരിക്കും പോലെ അല്ലോ ചില ചേർത്തിയൊക്കെ പിന്നെ ചമ്മന്തി അരച്ച് തരും ചില വീട്ടിൽ നിന്നൊക്കെ ഇത് ഉണ്ടാക്കിയാണ് അപ്പം അങ്ങനെയാണ് അജിത്തിന്റെ ഒരു ലുക്കാണല്ലോ നട അജിത്ത് താടി വെള്ള താടി എൻ്റെ ലുക്കാണ് അജിത്തിൻ്റെ അജിത്തിൻ്റെ ലുക്കല്ല ഞാൻ എൻ്റെ ലുക്കിലാണ് ഇപ്പം അജിത്ത് എന്നെ അനുകരിച്ചു നടക്കുന്നത് അതാണ് ഒരു ഓക്കെ അല്ലേ ബാക്കി വെച്ചിട്ട് അല്ല ഈ ലുക്ക് മറ്റേ ചാക്കോച്ചിന്റെ ആ ഈ ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ക്യാപ്പ് വെച്ചൊക്കെ അല്ലേ ഒരു ശകല അരയും മുറിയൊക്കെ അല്ലേ ഇവിടെയൊക്കെ അറിയാൻ പറ്റുള്ളൂ ആ അപ്പോൾ മൊത്തം എടുക്കുകയല്ല ഇതൊക്കെ മൊത്തം എടുക്കുകയല്ല ഈ പടത്തിൻ്റെ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫുള്ള് കാണാം അങ്ങനെയാണ് സംഭവം നീ എന്നെ പിടിച്ചോണ്ട് ഒന്നും ചോദിക്കണ്ടേ രക്ഷയില്ലാന്ന് തോന്നുന്നു. പാവം അതിലെ സൈഡിൽ കൂടെ കണ്ടുവരണ്ടേ നേരത്തെ എന്താ പേര് സജിത്ത് എവിടെ സ്ഥലം പാലക്കാട് പാലക്കാട് എവിടെ ധോണി മലമ്പുഴ ധോണിയിൽ പുതിയ ഇറങ്ങിയിട്ടുണ്ടോന്നല്ലേ ആ ഭാഗത്തൂടെയൊക്കെ പോകുമ്പോൾ ചൂടി അവിടെ സ്ഥിരമാ ധോണി അല്ലേലും ഇവിടെ പുലി ഇറങ്ങണ്ടോ ആന ഒക്കെ ഉള്ള ഇവിടെ ആ പാടെ ഒരു പുലി വന്നു ഒരു പുലി എങ്ങനെ വന്നറിയോ ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറം ഒരു പുലി വന്നു അറിയോ ഇവിടെ ഉള്ളവർക്കറിയാം പുലി വന്നാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി കയറ്റി വന്ന ഒരു വണ്ടി വന്നു തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ക്ലീനർ ഇറങ്ങി തക്കാളി ഇത് പൊക്കിയതാ പുലി ഇങ്ങനെ എടുത്ത് കയറി പുലി എപ്പോഴും കയറിക്കൂടി ഈ വണ്ടിക്കകത്ത് ഇത് തന്നെ ഇപ്പോൾ എല്ലാവരും വന്നു അതിനെ എന്തോ ആക്രമിച്ചെന്തോ എന്തോ മരിക്കും കണ്ടു ചെയ്തു ആ പുലി ആൾക്കാരെല്ലാവരും കൂടെ എന്തോ ഒക്കെ ചെയ്തിട്ട് അത് അങ്ങനെ കണ്ട ന്യൂസ് കേട്ടെ തൊടുപുഴ ടൗണിൽ അല്ലാതെ ഇവിടെ പോലീസ് സ്റ്റേഷനിലൊന്നും ഇത് കുറച്ച് കയറിയ വനമാണ് തൊട്ടപ്പുറത്ത് അവിടുത്തെ വലിയ വനം തുടങ്ങുക ഡാമും കുളമാവ് ഡാം ചെറുതോൾ ഡാം ഇടുക്കി ഡാം അങ്ങനെ വലിയ വനവും അവിടെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഇക്കയുടെ അഭിനയത്തെ പറ്റിയാണ് എന്താ അഭിപ്രായം എന്ന് പറഞ്ഞു അത് പറഞ്ഞു കൂടുതൽ എത്തിക്കൊണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. പറഞ്ഞോ ഈ ചോദിക്കുന്നത് പറഞ്ഞു പ്രജീവേ നമസ്കാരം അതെവിടെയാണ് ആ ഇടയ്ക്ക് ഇതിലൂടെ പാസ് ചെയ്ത് പോകും നമ്മുടെ കൂടുതൽ ആൾക്കാരെ പുറകെ കൂടെ ഒന്ന് പാസ് ചെയ്ത് കാണട്ടെ ആ അതെ എനിക്കുള്ള കഴിവ് വെച്ചിട്ട് തിക്കാൻ അതുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്നു ആ അനുഭവിക്കാന്ന് പറഞ്ഞാൽ മറ്റേ പടാപ്പാട് വിടാന്നല്ല ഒരു സാധനം കിട്ടിയാൽ അനുഭവിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു അല്ലേ ഇത്രയും ക്യാമറയുടെ മുന്നിൽ ആദ്യമായിട്ടാന്ന് തോന്നുന്നല്ലേ ഒരു ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടില്ല ഇപ്പൊ ഇത് വന്ന് ചാടിപ്പോയി കുഴപ്പമില്ല നമുക്ക് ചോദിക്കണതൊക്കെ ചോദിക്കാം അടുത്തതിൽ ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു ഫിലിം ഇവരെ നിന്നോണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ സിനിമയ്ക്ക് ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ട് ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ല അല്ല ചരക്കം കാണും ചരക്കിനിപ്പോൾ ലാസ്റ്റ് കണ്ടു പുഷ്പ 2 അവന് കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ അല്ല ഇവിടെ കരിപ്പൂരിൽ ജോലി കിട്ടി ഇന്നലെ മിനിഞ്ഞാന്നായിരുന്നു ജോയിൻ ചെയ്തത് പുഷ്പ കണ്ടിട്ട് പോയി ജോയിൻ ചെയ്തു ഇപ്പം നിങ്ങൾ ഇപ്പം സംസാരിച്ച പുള്ളിക്കാരനാണ് ജോലിക്ക് പോകാമെന്ന് പറയാം അങ്ങനെ പറയാ തള്ളെ അപ്പനും വന്ന് ചുറ്റിന് ചാനലിൻ്റെ ഇടയ്ക്ക് അടിയുന്നു ഇനി നമുക്ക് നാശാക്കൊക്കെ വരുമ്പോൾ എടുക്കാം ഇനി ഞങ്ങൾ സ്വസ്ഥമായിട്ടൊന്ന് ഇട്ട് ഒരു ചായ കുടിച്ചിരിക്കാൻ പറ്റില്ല അപ്പം ലൈറ്റ്സ് ഓഫ് ഷട്ടർ